അലിമുക്ക് അച്ചൻകോവിൽ റോഡിൽ ബസിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് KSRTC ബസ് യാത്രികർ. പുനലൂർ ഡിപ്പോയിൽ നിന്നും പുറപ്പെട്ട ബസ് കോന്നി വനം ഡിവിഷനിൽ കീഴിൽ വളയം കളരി ഭാഗത്തെത്തിയപ്പോഴാണ് കാട്ടാന പാഞ്ഞെടുത്തത്. രാവിലെ മുതൽ ആന പാതയിൽ തന്നെ നിലയുറപ്പിച്ചിരുന്നതായി യാത്രക്കാർ പറയുന്നു. അലിമുക്ക് അച്ചൻകോവിൽ പാതയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നാണ് KSRTC ബസ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. തിങ്കളാഴ്ച രാവിലെയായിരുന്നു സംഭവം. രാവിലെ 9-ന് പുനലൂർ ഡിപ്പോയിൽ നിന്ന് പുറപ്പെട്ട ബസ് കോന്നി വനം ഡിവിഷന്റെ കീഴിൽ വളയം കളരി ഭാഗത്തെത്തിയപ്പോഴാണ് കാട്ടാന നേരെ വന്നത്. ദൂരെ വെച്ച് തന്നെ പാതയിലൂടെ നടന്നുവരുന്ന കാട്ടാനയെ കണ്ട് ഡ്രൈവർ ബിജു ബസ് നിർത്തിയിട്ടു. എന്നാൽ ആന ഏറെ നേരം പാതയിൽ തുടർന്ന ശേഷം ബസിന് നേരെ നടക്കുകയും പെട്ടെന്ന് ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. തുമ്പിക്കൈ ഉയർത്തിയതിനൊപ്പം കൊമ്പുകൊണ്ട് കുത്താനും ശ്രമിച്ചു. ബസ് ജീവനക്കാരും യാത്രക്കാരും ഒച്ചവെച്ചതോടെ ബസിന്റെ ഒരു വശത്തുകൂടി ഒഴിഞ്ഞുമാറി ആന കാട്ടിലേക്ക് പോയി. തിങ്കളാഴ്ചയായതിനാൽ സർക്കാർ ജീവനക്കാരും വിദ്യാർത്ഥികളും അടക്കമുള്ളവർ ബസ്സിലുണ്ടായിരുന്നു. കാട്ടാന മുഖാമുഖം എത്തിയതോടെ യാത്രക്കാർ ഭയന്നു വിറച്ചു. ആന നടന്നകന്നതോടെയാണ് ഭീതി ഒഴിവായത്. ഈ സമയം ഒട്ടേറെ ബൈക്ക് യാത്രികരും മറ്റു വാഹനയാത്രക്കാരും പാതയിൽ ഉണ്ടായിരുന്നതായി കണ്ടക്ടർ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. രാവിലെ മുതൽ ആന പാതയിൽ തന്നെ നിലയുറപ്പിച്ചിരുന്നതായും യാത്രക്കാർ പറയുന്നു. വളയം ഒരു കാവ് കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോഴത്തേന് ആന റോഡിൽ നടക്കൂടെ വരും. നമ്മൾ കുറച്ചു നേരം റിവേഴ്സ് എടുത്ത് മാറ്റി സൈഡിലേക്ക് നിർത്തി. എന്നിട്ട് ആന മുന്നോട്ട് പോകുന്നുണ്ട്. രാത്രി പെട്ടെന്നൊരു പായകം പാകി. പക്ഷെ പായത്തിന് തൊട്ട് മുന്നേ വരെ ഇവിടം വരെ ഒന്ന് കൊമ്പ് ഗ്ലാസ്സിലൊക്കെ കൊമ്പ് അടുപ്പിച്ച് നിന്നു. പിന്നെ വണ്ടിക്കെതിരുന്ന ആളുകൾ ബഹളം ഉണ്ടാക്കി എന്നൊക്കെ ആക്കിയപ്പോഴത്തേന് ആന സൈഡിൽ കൂടെ പിന്നെ കുറച്ചു നേരം മാറി നിന്നിട്ട് പിന്നെ സൈഡിൽ കൂടെ പോവുകയാണ്. മുമ്പ് ആന പ്രശ്നം നല്ല ഉണ്ടാവില്ല. 2-3 കൊല്ലത്തിന് ഒരു അരമണിക്കൂർ എന്നെ തടഞ്ഞിട്ടതാ പാലത്തിന്റെ അവിടെ. സാമീപ്യമുണ്ടെങ്കിൽ ഇത്രയും വളരെ ഭീകരമായ ഒരു ആനയായിട്ട് വളരെ മുഖാമുഖം നിൽക്കുന്നത് ആദ്യമായിട്ടാണ്. ആന വന്ന് നമുക്ക് കൊമ്പ് കോർക്കുന്ന രീതിയിലേക്കായിരുന്നു അതിന്റെ പ്രവർത്തനം. നമ്മൾ വിചാരിച്ച മിക്കവാറും ബസ് അടിച്ച് മറിക്കുന്ന ലക്ഷണം തന്നെ ഗ്ലാസ് പൊട്ടുന്നുള്ള ഉറപ്പ് ഷുവർട്ടി ഉണ്ടായിരുന്നു. ആൾക്കാരൊക്കെ വളരെ ഭയപ്പാടി ഇരിക്കുകയായിരുന്നു. നമ്മൾ കുറേ ദൂരം ആന വരുന്നതുകൊണ്ട് പിന്തിരിഞ്ഞ് പുറകോട്ട് റിവേഴ്സ് കൊടുത്തെങ്കിലും ആന ഒഴിഞ്ഞു മാറുന്ന ലക്ഷണത്തേക്ക് വന്നില്ല. ആന നേരിട്ടൊരു ആക്രമണത്തിന് തന്നെ മുതിർന്നു വരുന്ന സിറ്റുവേഷനാണ് നമുക്ക് ഇപ്പം ഫീൽ ചെയ്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, തെന്മല.